നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഈവനിംഗ് പോഡ്കാസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. RBIയുടെ മോണിറ്ററി പോളിസി മീറ്റിംഗിന് മുന്നോടിയായി ഇന്ത്യൻ വിപണിയിൽ നല്ല നേട്ടമാണ് കണ്ടത്. നിഫ്റ്റി ഒരു സമയത്ത് 24,900 തൊട്ടരികെ എത്തിയിട്ടാണ് അവിടെ നിന്നാണ് ഫോളോ ആവുന്നത്. ഒടുവിൽ ക്ലോസ് ചെയ്യുന്നത് 24,750 130 പോയിന്റ്സ് ഉയർന്നാണ്. നിഫ്റ്റി ബാങ്ക് ഏകദേശം 84 പോയിന്റ്സ് ആണ് ഉയർന്നത്. മിഡ് ക്യാപ്പ് ഏകദേശം 378 പോയിന്റ്സ് ഉയർന്നു, അതായത് 0.65% നേട്ടമാണ് ഉണ്ടാക്കിയത്. ഇന്ന് സെക്ടറുകളിൽ റിയാലിറ്റി ഏകദേശം 1.75% ഉയർന്നു. നിഫ്റ്റി ഫാർമ 1.28% നേട്ടവും ഉണ്ടാക്കി. നിഫ്റ്റി മെറ്റൽ 0.59% ഉയർന്നു. ഇനി ഇന്നും വരും ദിവസങ്ങളിലും ഫോക്കസിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള കുറച്ച് സ്റ്റോക്കുകളും സെക്ടറുകളും നമുക്ക് പരിശോധിക്കാം. അതിന് മുന്നോടിയായി ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ ഒരു സിറ്റുവേഷൻ നോക്കിയാൽ ഡൗ ജോൺസ് ഇപ്പോൾ പോസിറ്റീവിലാണ്. S&P 500ഉം അതുപോലെ നാസ്ഡാക്കും നല്ല പോസിറ്റിവിറ്റിയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സ് മിക്സഡ് അവസ്ഥയിലാണ്. UK മാർക്കറ്റ് 0.10% നേട്ടത്തിലാണെങ്കിൽ CAC ഫ്രാൻസ് മാർക്കറ്റ് 0.10% ഇടിവിൽ, ഡാക്സ് 0.20% നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ള ഏഷ്യൻ മാർക്കറ്റുകൾ ഒട്ടുമിക്കതും പോസിറ്റീവിൽ തന്നെയായിരുന്നു. സിംഗപ്പൂർ മാർക്കറ്റ് 0.5% നേട്ടത്തിൽ, ഹോങ്കോങ് മാർക്കറ്റ് 1% മുകളിൽ നേട്ടത്തിൽ, തായ്വാൻ മാർക്കറ്റ് 0.26% നേട്ടത്തിൽ, കോസ്പി മാർക്കറ്റ് 1.47% നേട്ടത്തിൽ, ചൈനീസ് മാർക്കറ്റ് 0.23% നേട്ടത്തിൽ, ജപ്പാൻ മാർക്കറ്റ് നിക്കി മാത്രമാണ് 0.51% ഇടിവുണ്ടാക്കിയത്. ഇനി ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഏകദേശം 10 മുതൽ 15 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇനി നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കൂടുതലായി പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. ഫണ്ടമെൻ്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, കൂടാതെ ട്രേഡിംഗ് വ്യൂ എങ്ങനെ ഉപയോഗിക്കണം, ടെക്നിക്കൽ അനാലിസിസിൽ നമ്മൾ ഉപയോഗിക്കേണ്ട വിവിധതരം ടൂൾസ്, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ നമ്മൾ ഈ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോഴ്സിൻ്റെ ഡ്യൂറേഷൻ 1 മാസം മാത്രമാണ്. 2 മുതൽ 3 ക്ലാസ്സുകൾ വരെ ആയിരിക്കും ആഴ്ചയിൽ ഉണ്ടായിരിക്കുക. 3000 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് തൊട്ടുമുകളിലെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വെറും 799 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാവുന്നതാണ്. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഇനി നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നല്ല പെർഫോമൻസ് നടത്തിയ കുറച്ച് സ്റ്റോക്കുകൾ ഉണ്ടായിരുന്നു. ആ സ്റ്റോക്കുകളെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം എറ്റേണൽ, മുന്നേ സൊമാറ്റോ എന്ന് വിളിച്ചിരുന്ന എറ്റേണൽ, ഇന്ന് 5% ഉയർന്നിരുന്നു. സ്റ്റോക്ക് ഇന്ന് നല്ല പെർഫോമൻസ് നടത്താനുള്ള പ്രധാനപ്പെട്ട കാരണം മോർഗൻ സ്റ്റാൻലി 320 എന്ന ഓവർ വെയ്റ്റ് ടാർഗറ്റാണ് സ്റ്റോക്കിൽ നൽകിയിരിക്കുന്നത്. കൂടാതെ ഭക്ഷ്യവിതരണത്തിലും ക്വിക്ക് കൊമേഴ്സിലും മാർക്കറ്റ് ലീഡർഷിപ്പ് ഇപ്പോഴും എറ്റേണലിന്റെ കയ്യിലാണ് എന്ന് തന്നെയാണ് മോർഗൻ സ്റ്റാൻലി അവകാശപ്പെടുന്നത്. ഇന്ന് ഡിഫൻസ് സ്റ്റോക്കുകളുടെ ദിവസമായിരുന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഓഹരി വ്യാഴാഴ്ച 13% ഉയർന്നു. തുടർച്ചയായ 3ാമത്തെ ദിവസവും 3 സെഷനുകളിലായി മൊത്തം 20% നേട്ടമാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ഉണ്ടാക്കിയത്. കൂടാതെ ഡാറ്റ പാറ്റേൺസ്, HAL, മിതാനി തുടങ്ങിയ പ്രതിരോധ ഓഹരികൾ 3 മുതൽ 6% വരെ ഉയർന്നു. ഇന്ന് ഡിഫൻസ് സ്റ്റോക്കുകൾ വലിയ നേട്ടമുണ്ടാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നാറ്റോ രാജ്യങ്ങൾ അവരുടെ GDP 5% പ്രതിരോധത്തിനായി ചെലവഴിക്കണമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യത്തെ US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സറ്റ് പിന്തുണച്ചതിനെ തുടർന്നാണ് ഈ നേട്ടം ഇന്ന് ഡിഫൻസ് സ്റ്റോക്കുകളിൽ ഉണ്ടായത്. നിലവിൽ GDPയുടെ 2% പ്രതിരോധ മേഖലയ്ക്കായി ചെലവഴിക്കുന്നത്. അതാണ് ഇനി മുതൽ 5% ആക്കുന്നത്. ഇത് എത്തരത്തിലാണ് ഇന്ത്യയിലെ ഡിഫൻസ് മേഖലയ്ക്ക് ഗുണകരമാവുക എന്ന് വെച്ചാൽ നാറ്റോ രാജ്യങ്ങൾ പ്രതിരോധ ബഡ്ജറ്റുകൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ആഗോള പ്രതിരോധ ഡിമാൻഡ് തന്നെ വർദ്ധിക്കും. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകമെമ്പാടുമുള്ള പ്രതിരോധ വിതരണ ശൃംഖലയുടെ വികസനത്തിലേക്ക് നയിക്കും. ഇന്ന് വലിയ നേട്ടമുണ്ടാക്കിയ മറ്റൊരു അസറ്റ് ക്ലാസ് സിൽവർ ആയിരുന്നു. മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ ജൂലൈയിൽ അവസാനിക്കുന്ന സിൽവർ ഫ്യൂച്ചേഴ്സ് വില ഏകദേശം 3% ഉയർന്ന് കിലോഗ്രാമിന് 1,04,000 രൂപയിലെത്തി. സിൽവർ വലിയ നേട്ടമുണ്ടാക്കുമ്പോൾ നമ്മുടെ ഒരു സ്റ്റോക്ക് എപ്പോഴും ഫോക്കസിൽ ഉണ്ടായിരിക്കും. അത് ഹിന്ദുസ്ഥാൻ സിങ്ക് ആണ്. സിൽവർ വില കുതിച്ചുയർന്നപ്പോൾ ഹിന്ദുസ്ഥാൻ സിങ്ക് അവസാന മണിക്കൂറിൽ നല്ല നേട്ടമാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഉണ്ടാക്കിയത്. ഹിന്ദു സിങ്ക് ഏകദേശം 6% ഉയർന്നു. ഈ ഹിന്ദുസ്ഥാൻ സിങ്ക് എന്ന കമ്പനി വെള്ളിയുടെ ഒരു പ്രധാന ഉൽപ്പാദകനായതിനാൽ വെള്ളിയിലെ വില വർധനവ് കമ്പനിയുടെ വരുമാനവും ലാഭവും മെച്ചപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് അവസാന മണിക്കൂറിൽ ഓഹരി വില ഏകദേശം 6% ഉയർന്നത്. മറ്റൊരു കമ്പനിയിലേക്ക് വന്നാൽ ബെല്ല്, പ്രതിരോധ മേഖലയിലുള്ള ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് 52 വീക്ക് ഹൈ എന്ന ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. പുതിയ പ്രതിരോധ ഓർഡറുകൾ ലഭിച്ചതോടെയാണ് ബെല്ല് നല്ല നേട്ടമുണ്ടാക്കിയത്. 2,323 കോടി രൂപയുടെ ഓർഡറാണ് കമ്പനിക്ക് ലഭിച്ചത്. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് എന്ന കമ്പനിയിൽ നിന്നും ഇന്ത്യൻ നാവിക കപ്പലുകളിലെ മിസൈൽ സംവിധാനങ്ങളുടെ ബേസ് ഡിപ്പോ സ്പെയറുകൾക്കാണ് ഓർഡർ ലഭിച്ചത്. ഈ പറഞ്ഞ സ്റ്റോക്കുകളെല്ലാം ഇനിയും ഫോക്കസിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ്. ഇനി ആർക്കെങ്കിലും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിലെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഇനി പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണമെങ്കിൽ വെറും 799 രൂപ മാത്രമാണ് 1 മാസത്തേക്ക് ഫീസായിട്ട് വരുന്നത്. ആർക്കെങ്കിലും അത്തരത്തിൽ ജോയിൻ ചെയ്യണമെങ്കിലും നിങ്ങൾക്ക്
തൊട്ടുമുകളിലെ വാട്സപ്പ് നമ്പറിൽ തന്നെ മെസ്സേജ് അയയ്ക്കുക. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് കൂടി നൽകിയിട്ടുണ്ട്. കോസ്മോഫീഡിൻ്റെ ലിങ്ക് വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എങ്കിൽ നാളെ രാവിലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഏവർക്കും നന്ദി.